എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വട്ടയപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ റാഗി വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി വട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൗഡറോ അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൗഡറോ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. എന്നിട്ട് ഉപ്പും റാഗി പൗഡറായിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പീരയാണ്. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പീര ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങാപ്പീരയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ചോറാണ്. വട്ടയപ്പത്തിനൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏലക്കയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 4 ഏലക്ക തൊലി കളഞ്ഞാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. 1/4 ടീസ്പൂൺ തൊട്ടിട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ വെള്ളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് ഒന്ന് ഫെർമെൻറ്റേഷൻ ആയ ശേഷം വേണം നമുക്കിതിലേക്ക് ചേർക്കാൻ. ഇനി ഇതിലെ മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ്. ഇപ്പോൾ ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർക്കാം, അതല്ലെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നത്. അങ്ങനെന്താ നമ്മുടെ ഈ ചേരുവകളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് മെൽറ്റായി കിട്ടണം. ഒരു നൂൽപ്പരിവാവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. അങ്ങനത്തെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മെൽറ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. റാഗി മിക്സ് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ആദ്യം ഞാനിപ്പോൾ പകുതി ശർക്കര പാനിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് അരച്ചെടുത്ത ശേഷം ബാക്കിയും കൂടി ചേർക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് നമുക്കത് അരച്ചെടുക്കേണ്ടത്. ഇനി അതിലേക്ക് ബാക്കി ശർക്കര പാനിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെന്താ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എപ്പോഴും മാവൊക്കെ ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കുഴിയുള്ള പാത്രത്തിലേക്കാണ് ഒഴിക്കേണ്ടത്. അങ്ങനെന്താ കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ റാഗി മിക്സൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് വയ്ക്കേണ്ടത്. ഒരു 3 തൊട്ടിട്ട് 4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് പൊങ്ങിക്കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ മാവ് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഫെർമെൻറ്റേഷനുള്ള ടൈം വ്യത്യാസം വരുന്നതാണ്. അങ്ങനെന്താ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. അങ്ങനെന്താ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവൊന്ന് തുറന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 1/4 ഭാഗത്തോളമായിട്ട് കിട്ടിയിട്ടുണ്ട്. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം എണ്ണ ഒന്ന് തടവിയെടുക്കാം. എണ്ണയോ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്കൊന്ന് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വട്ടയപ്പം വിട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി മാവ് ഇളക്കിയിട്ട് വല്ലാണ്ട് പതയൊന്നും കളയേണ്ട ആവശ്യമില്ല. പതയോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഒരു 1/4 പാത്രത്തോളം ഒഴിച്ചാൽ മതി. ഈ സമയത്ത് ഞാൻ എൻ്റെ മധുരമൊക്കെ കറക്റ്റാണോ നോക്കി. അപ്പോൾ കറക്റ്റ് തന്നെയാണ് എനിക്ക് മധുരം. അങ്ങനെ മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റീമറിൽ വെക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഈ
കേക്ക് ടിന് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് ഇത് ഇറക്കി വേവിച്ചെടുക്കുന്നത്. അങ്ങനെ കുക്കറിൽ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വട്ടയപ്പത്തിൻ്റെ കേക്ക് ടിന് ഇറക്കി വയ്ക്കാം. അതിനകത്ത് ഞാൻ കേക്ക് ടിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കാഷ്നട്ടോ കിസ്മിസൊക്കെ വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. ഇതിൽ ഞാൻ വെയിറ്റ് ഇടുന്നില്ല. 15 തൊട്ട് 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വട്ടയപ്പം റെഡിയായി കിട്ടും. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കാഷ്നട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചേർക്കാം. കാഷ്നട്ടിനെ ഞാനിങ്ങനെ നടുവെ പിളർത്തിയതാണ് ചേർക്കുന്നത്. അങ്ങനെ കാഷ്നട്ടൊക്കെ ചുറ്റും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ചെറി കട്ട് ചെയ്തും കൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ബാക്കി കൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കൊത്തി നോക്കാം കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയോ എന്നുള്ളത്. ഇതാ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്താ ഞാൻ വട്ടയപ്പൊക്കെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി തണുത്തിട്ട് വേണം ഡീമോൾഡ് ചെയ്തെടുക്കാൻ. അങ്ങനെ എന്താ നമ്മുടെ വട്ടയപ്പൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു ബട്ടർ നൈഫ് വെച്ചൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വട്ടയപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്താ നമ്മൾ റാഗി വട്ടയപ്പമൊക്കെ ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ 2 വട്ടയപ്പവും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. പഞ്ചസാര ചേർത്തിട്ടുള്ളതും അതുപോലെ തന്നെ ശർക്കര ചേർത്തിട്ടുള്ള വട്ടയപ്പവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വട്ടയപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു വട്ടയപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.